ഹായ് ഫ്രണ്ട്സ്, റോഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീലോങ്ങിൽ നിന്നും യാത്ര തുടർന്ന് നമ്മളിപ്പോൾ ഉള്ളത് ജിസ്പ റൂട്ടിലാണ്. ലഡാക്ക് യാത്രയിൽ നമ്മൾ കാണുന്ന മനോഹരമായൊരു കാഴ്ചയാണിത്. ആർമിഡ് ട്രക്കുകൾ ഇങ്ങനെ വരിവരിയായി പോകും. നമ്മൾ സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് അവർക്ക് സല്യൂട്ടൊക്കെ കൊടുക്കും. അവർ നമുക്കും തിരിച്ച് സല്യൂട്ടൊക്കെ തരും. അതുപോലെ തന്നെ ഒട്ടേറെ പ്രൈവറ്റ് ട്രക്കുകളും മണാലി ടു ലഡാക്ക് യാത്രയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുൻപോട്ട് പോയപ്പോൾ വീണ്ടും ഇതുപോലെ ആർമിയുടെ കുറേ ട്രക്കുകൾ ഞങ്ങൾ കണ്ടു. ഇവിടെ ആർമിയുടെ ക്യാമ്പ് ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്രയധികം ട്രക്കുകൾ. ഇനി അങ്ങോട്ടുള്ള യാത്ര എത്രമാത്രം കഠിനമാകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്. മുകളിൽ നിന്നും പാറക്കല്ലുകൾ, അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് താഴെ നല്ല കൊക്ക, ഇങ്ങനെയുള്ളതാണ് ലഡാക്ക് യാത്രയിലെ വഴികൾ. മുകളിൽ നിന്നും മഞ്ഞുരുകി വരുന്നതാണ് ഈ വെള്ളം. ലഡാക്ക് യാത്രയിൽ ഇതുപോലത്തെ സന്ദർഭങ്ങൾ സ്ഥിരമായുള്ളതാണ്. വളരെ സൂക്ഷിച്ച് പതുക്കെ വണ്ടിയെടുത്ത് പോവുക എന്നുള്ളത് മാത്രമാണ് പോകുന്നത്. ലഡാക്ക് ദ ലാൻഡ് ഓഫ് ഹൈ പാസസ് എന്നാണ് പറയുക. ഇങ്ങനെ ഓരോ പാസുകളും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ് ഈ യാത്രയുടെ ഏറ്റവും ആനന്ദകരമായ ഒരു സംഭവം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, സെപ്റ്റംബർ അവസാനവും ഒക്ടോബർ ആദ്യവുമായിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പീസ്ഫുൾ ട്രാവൽ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ടൈമിംഗ് വളരെ നല്ലതായിരിക്കും. അതായത് ഒട്ടും റഷല്ലാതെ, ഒട്ടും ക്രൗഡില്ലാതെ നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജിസ്പ എന്ന് പറയുന്ന പ്രദേശത്തൂടെയാണ്. വളരെയധികം മൊണാസ്ട്രികൾ ഉള്ളൊരു സ്ഥലമാണ് ലഡാക്ക്. അതുപോലെ തന്നെ ജിസ്പയിലും ഉണ്ടൊരു മൊണാസ്ട്രി. നമ്മുടെ ഇടതുവശത്ത് കൂടി ഒഴുകുന്നത് ബാഗ റിവറാണ്. വളരെ കുറച്ച് ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ജിസ്പ. ലഡാക്ക് യാത്രക്കിടയിൽ ട്രാവലേഴ്സ് വന്ന് താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ജിസ്പ. റോഡിൻ്റെ ഇടതുവശത്തായി കാണുന്നത് മിലിറ്ററി ബേസ്മെൻറ്റുകളാണ്. അങ്ങകലെയായി മഞ്ഞ് വീണ് കിടക്കുന്ന മലനിരകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ സർച്ചുവിലെത്തി. മുമ്പിൽ കാണുന്നത് സ്നോ മെൽറ്റായി ഒഴുകുന്ന വെള്ളമാണ്. അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെയാണ് വണ്ടികളൊക്കെ ഇതുവഴി പാസ് ചെയ്ത് വരുന്നത്. സർച്ചു എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും ബോർഡറാണ്. മണാലി ടു ലഡാക്ക് യാത്രയിൽ ഏറ്റവും അധികം ആൾക്കാർ താമസിക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് സർച്ചു. മുകളിൽ നിന്നും വെള്ളത്തിൻ്റെ കൂടെ ചെറിയ പാറക്കഷ്ണങ്ങളൊക്കെ ഉരുണ്ട് വീണ് കിടക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ പാലത്തിൻ്റെ കൺസ്ട്രക്ഷനും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് നമുക്ക് പണി കിട്ടുന്നത്. ഈ പാലം കയറി ഇറങ്ങി ഉടനെ തന്നെ നമ്മുടെ ഒരു ബൈക്കിൻ്റെ ടയർ പഞ്ചറായി. അരമണിക്കൂർ കാത്തതിന് ശേഷം 2 ലോറിക്കാരെ കിട്ടി. അവർ ബൈക്ക് ലോറിയിൽ കയറ്റി അടുത്ത പഞ്ചർ ഷോപ്പ് വരെ എത്തിക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. സർച്ച് വരെയുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.